ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാന വാഴച്ചെടികൾ പണ്ടൊക്കെ എല്ലാ വീടുകളുടെയും മുറ്റത്ത് കാണുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ കാണുന്നത് വിരളമാണ്. ഏത് സമയത്തും പൂക്കളോടുകൂടി നിൽക്കുന്ന കാന വാഴച്ചെടികൾ കാണാൻ വളരെ മനോഹരമാണ്. ഇത് ചുവപ്പും മഞ്ഞയും കൂടി ചേർന്ന കളറിലുള്ളവയാണ്. പിങ്ക്, ഓറഞ്ച്, റെഡ് അങ്ങനെ പല കളറിൽ ഇതിന് പൂക്കളുണ്ടാവും. എല്ലാം നല്ല മനോഹരമാണ്. 4-5 അടി ഉയരത്തിൽ ഈ ചെടി വളർന്നു നിൽക്കും. സാധാരണ നിലത്താണ് ഇവ വളർത്തുന്നത്. എന്നാൽ ഇപ്പോൾ പൊക്കം കുറഞ്ഞ ഡാഫായ ചെടികളുമുണ്ട്. ചട്ടികളിൽ വളർത്തുവാൻ പറ്റുന്നവയാണ് അവ. സാധാരണ ഒരു ചെടിയിൽ എപ്പോഴും 2-3 പൂക്കൾ കാണും. കുറേ പൂക്കൾ ഉണ്ടായിക്കഴിയുമ്പോൾ പിന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവുകയില്ല. അപ്പോഴേക്കും താഴെ നിന്നും പുതിയ തൈകൾ ഉണ്ടായി വളർന്നു വന്നിട്ടുണ്ടാവും. പിന്നീട് പുതിയതായി ഉണ്ടായ തൈകൾ വളർന്നു വന്ന് അവയിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ആദ്യം ഉണ്ടായിരുന്ന ചെടി പാടെ നശിച്ചു പോകും. ഒരു ചെടി നട്ടുകൊടുത്താൽ മതി, റൈസോമിൽ നിന്ന് പുതിയ തൈകളുണ്ടായി ചുറ്റിലും ചെടികൾ വളർന്നു നിൽക്കും. കുറച്ച് ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഒക്കെ ഇടയ്ക്കിട്ട് കൊടുത്താൽ നല്ല തഴച്ചു വളരും. ഇതിൻ്റെ ഇലകളും നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ്. നിലത്ത് നട്ടിരിക്കുന്ന ചെടികൾക്ക് അധികം വളമൊന്നും കൊടുത്തില്ലെങ്കിലും അത് നന്നായി വളർന്നുകൊള്ളും. ചട്ടികളിൽ നടുന്ന ചെടികൾക്കാണ് വളങ്ങൾ കൊടുക്കേണ്ടത്. 3 തരത്തിൽ ഈ ചെടിയുടെ തൈകളെ ഉണ്ടാക്കിയെടുക്കാം. പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ കായ്കളുണ്ടാവും. ആദ്യം പച്ച നിറത്തിലാണ് കായ്കൾ ഉണ്ടാകുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ ബ്രൗൺ കളറിലാവും. അപ്പോൾ അത് പൊട്ടിച്ചെടുത്ത് അതിലെ വിത്തുകൾ നട്ട് മുളപ്പിച്ചെടുക്കാം. പിന്നെ ഈ ചെടികളുടെ മണ്ണിനടിയിൽ ഇതിൻ്റെ റൈസോമുകളുണ്ടാവും. റൈസോമുകൾ മുറിച്ച് നട്ടും പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ചുവട്ടിൽ ധാരാളം തൈകൾ കാണും. അവയെ മുറിച്ചെടുത്ത് മാറ്റി നട്ടും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പല നിറങ്ങളിലുള്ള ഈ ചെടി നിരനിരയായി നട്ടുകൊടുത്താൽ നല്ല ഭംഗിയായി നിൽക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.